അറിയാം എനിക്ക്. എന്റെ ഭർത്താവിന് ഞാൻ അറിയുന്ന പോലെ ആരാ അറിയാ? നീ പൊയ്ക്കോ. ഏട്ടത്തിക്ക് ഭരതേട്ടനെ 3-4 കൊല്ലമായിട്ടല്ലേ അറിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് അച്ഛനെ ശരിക്കും അറിയാൻ 20 കൊല്ലം വേണ്ടി വന്നു. അതോടെ അമ്മയുടെ തറവാട്ടിലേക്ക് മടങ്ങി. എന്റെ ഏട്ടനെ അടുത്തറിയാൻ ഏട്ടത്തിക്ക് ഒരു ആയുസ് മതിയാവില്ല. മുരളിയുടെ അമ്മ സ്വയം തോറ്റ പടിയിറങ്ങിയത്. അമ്മയെപ്പോലെ ഏടത്തി തോൽക്കില്ല. തോൽക്കേണ്ടി വന്നാല് ഈ തറവാടിന്റെ അടിത്തറ ഇളക്കിയിട്ടേ ദേവിക പടിയിറങ്ങും. ആലീസ് പള്ളിയിലേക്കാ? എന്നാ വണ്ടിയിലേക്കായിരിക്കോ, ഞാൻ കൊണ്ടിറക്കാം. ഇപ്പോഴില്ല, ബാബുവേട്ടന്റെ കൂടി വണ്ടിയിൽ കയറിയ ആൾക്കാർ അതും പറയാത്തൊരു കാലം വരട്ടെ, അപ്പൊ കയറാം. അതിനി എത്ര കാലം കാത്തിരിക്കണോ ആവോ. ഇന്നലെ അപ്പം പറയണ കേട്ടു, എനിക്കൊരാളെ അന്വേഷിച്ച് നടക്കുമെന്ന്. അപ്പൻ അറിയോ എനിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആൾ അപ്പന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. ആരാ ആ ആള്? ഇതാ കാന്താരി പെണ്ണിന്റെ പണിയായിരിക്കും. എടി മല്ലി, ആടിനെ മാറ്റിയുടെ വഴിയെന്ന്. എന്തൊരു കഷ്ടമാണപ്പാ ഈ അലി ചേച്ചിയുടെ കാര്യം. എന്തോന്ന് കഷ്ടം? ഞാൻ ഇയാളെ ഒന്ന് പതുക്കെ വളച്ചോണ്ട് വരായിരുന്നു. അപ്പോഴല്ലേ അലി ചേച്ചി കയറി അടങ്കോലിട്ടത്. ഓ പിന്നെ നീ അങ്ങ് വളച്ചോട്ടനെ വളഞ്ഞു കുത്തി വീഴാൻ നിൽക്കല്ലേ ഞാൻ. ഓഹോ, അപ്പൊ എന്നെ ഇഷ്ടല്ല അല്ലേ? ആ, അത്രേ വിധിച്ചിട്ടുള്ളൂ. എന്നെ കെട്ടാനുള്ള യോഗമല്ലേ ഇയാൾക്ക്? ഓ പിന്നെ അതിന് നീ ഭൂലോക രംഭയല്ലേ? അതെ, എന്നോളം വരില്ലേലും അലി ചേച്ചിയും വലിയ കുഴപ്പമൊന്നുമില്ല. കെട്ടിക്കോ, ഞാൻ വിട്ടുവന്നിരിക്കുന്നു. ദേ വച്ച് നീട്ടരുത്, എന്റെ മനസ്സ് എപ്പോഴാ മാറുമെന്ന് അറിയില്ല. എടി നിന്നെ, ഇങ്ങനെ ഒരു സാധനം ആണായി പിറക്കേണ്ടതായിരുന്നു. ലാലിച്ചൻ പള്ളിയിലെല്ലാം വരുമോ? ഞാൻ ആലീസിനെ കാണാൻ വന്നതാ. എന്താ കാര്യം? അത് ആലീസ് വരുന്നില്ലേ? ആ വരാം. എന്താടാ അവളുമായിട്ട്? ഏയ് ഒന്നുമില്ല. പള്ളി വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ആലീസിനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഒന്നും വലിയ തെറ്റല്ല. ആദ്യമേ സ്വന്തമായി പണി ചെയ്ത് 10 കാശുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് മതി ശൃംഗാരവും കല്യാണമൊക്കെ. അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ ആ കുരിയച്ചനുമായി ആലോചിച്ച് നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. പെണ്ണ് കെട്ടിയാലെങ്കിലും ഈ സ്വഭാവമൊക്കെ മാറി നന്നായാലോ. ബാബു നിൽക്കുമ്പോ എങ്ങനെയാടി അനിയനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നേ? രണ്ടാളുടെ ഒന്നിച്ച് നടത്താന്ന് വെക്കുക. അവൻ ഒരു പെണ്ണിനെ ഒത്തു കിട്ടാനും അത്ര എളുപ്പമല്ല. ഉണ്ടായത് ഒരു ജാതിയിലും വളർന്നത് നമ്മുടെ കൂടെ. എന്തായാലും ബാബുവിന്റെയും കൂടി ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് തീരുമാനം എടുത്താൽ മതി. ലാലച്ചനെ ഒരു കല്യാണം കഴിപ്പിച്ചാൽ അവൻ നന്നാവുന്ന അമ്മ പറയുന്നേ. നിന്റെ അഭിപ്രായം എന്താ? ശരിയാ, ഒരു ഉത്തരവാദിത്വം ഒക്കെ വരും. അവനൊരു പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറയണേ. ഏതാ പെണ്ണ്? ആ കുരിയച്ചന്റെ മകളിലെ ആലീസ്. അതിന് അവിടെ കൂടെ ഇഷ്ടം ചോദിച്ചറിയണ്ടേ? ആലീസിന് അനിയൻകുട്ടനെ അവക്ക് ഇഷ്ടക്കേടുണ്ടാവും തോന്നുന്നില്ല. അവര് പള്ളി വെച്ച് ചിരിച്ചും കളിച്ചും വർത്താനം പറയണമൊക്കെ ഞാൻ കണ്ടടാ. എന്നാ പിന്നെ നമുക്കതൊന്ന് ആലോചിക്കാം. ചേട്ടനായി നീ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുകയെന്ന് വെച്ചാ, ഇനി നീയും അവനെ പോലെ വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടേ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടത്താം. ഇല്ലപ്പാ, അനിയൻകുട്ടന്റെ കല്യാണം നടക്കട്ടെ. എന്നാ നമുക്ക് കുരിയച്ചനോടൊന്ന് ആലോചിക്കാം അല്ലേ?
മോളെ ആ കാപ്പി എടുത്ത് ലാലിച്ചന്റെ കയ്യിലോട്ട് കൊടുക്കുക. പെണ്ണിന്റെ കൈ കൊണ്ട് തന്നെ കാപ്പി എടുത്ത് ചെറുക്കന് കൊടുക്കണമെന്നാ ചടങ്ങ്. നമ്മളായിട്ട് ഇനി ചടങ്ങുകളൊന്നും തെറ്റിക്കില്ല. എന്താ? ചടങ്ങൊന്നും ഇല്ലാതെ തന്നെ കെട്ടാൻ തീരുമാനിച്ചവരല്ലേ ഇവര്, അല്ലടാ ലാലച്ച? ചതിക്കായിരുന്നു അല്ലേ? ഓരോ മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ വളർത്തി തന്നിട്ട്. ഞാൻ പറയേണ്ടതൊക്കെ തിരിച്ചിങ്ങോട്ട് പറയാണ്. നീയും ലാലിച്ചനും ചിരിച്ചു കുഴയുന്ന കണ്ടിട്ടാ അപ്പൻ ഈ ആലോചനയുമായി വന്നത്. ചിരിച്ചു വർത്താനം പറഞ്ഞിട്ടുണ്ട്. ബാബുട്ടിന്റെ അനിയനോട് പറയും പോലെ കുഴഞ്ഞിട്ടില്ല. അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കരുതിയിരുന്നില്ല. ആലീസെ, എന്റെ അപ്പനെ അമ്മച്ചിയെ പിന്നെ അനിയൻകുട്ടനെ വേദനിപ്പിച്ചിട്ട് ഒരു ബന്ധം നമുക്ക് വേണം? എനിക്കാവില്ല. ആലീസ് മനസ്സിൽ കരുതൊക്കെ മറക്കണം. ലാലിച്ചനുമായിട്ടുള്ള ഈ കല്യാണത്തിന് സമ്മതിക്കണം. ഇനി ആലീസിനെ എനിക്ക് പെങ്ങളായിട്ട് കാണാൻ കഴിയും. ആലീസ് എന്നെ സ്വന്തം ഏട്ടനായിട്ട് കണ്ടാൽ മതി. എടി ലില്ലി, ദേഹം അനങ്ങി ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നടന്നോ? ഇവളെ ഇത്ര വഷളാക്കുന്ന നീയാ. ഒരു തീക്കൊള്ളി പോലും തള്ളിക്കാതെ. വാവക്കുട്ടം വിളിക്കുന്ന കേട്ടില്ലേ? ആലീസേ, പോയി നോക്കിയേ. ഇതാ വരുന്നു മോനെ. എടി, ആ നെല്ലൊന്ന് പരത്തിയിട്ടെ. അമ്മച്ചി, എനിക്കൊരു 50 രൂപ വേണം. എന്റെ കയ്യിൽ എവിടുന്നാ രൂപ? അപ്പം പോകുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ അമ്മച്ചി വാങ്ങിച്ചു വെച്ചേനെ. ചേട്ടന് നാണമില്ലേ അമ്മയോട് കാശ് ചോദിക്കാൻ? കെട്ടിയാലെങ്കിലും ഗുണം പിടിക്കുന്ന വെച്ചാ കെട്ടിച്ചത്. ഇപ്പൊ കുട്ടിക്ക് 4 വയസ്സായി, എന്നിട്ട് ഇരക്കല് തീർന്നിട്ടില്ല. എന്താടാ ഈ കാണിക്കുന്നേ? അമ്മച്ചി വിടച്ചായ അവളെ. 50 രൂപയല്ലേ വേണ്ടത്? ഇന്നലെ ബാബുട്ടിനെ ഏൽപ്പിച്ച കാശുണ്ട്, ഞാൻ തരാം. ഓഹോ, അവന്റെ സമ്പാദ്യം അപ്പൊ നിന്റെ അടുത്താണോ? എനിക്കങ്ങ് വേണ്ട. അപ്പോനെ ഇത് ശങ്കരേട്ടന് കൊടുത്തേരെ, വർക്കിയുടെ പറ്റില്ല. ശങ്കുമാവൻ ഇനി ഇവിടെ ആരുടെയും പറ്റില് കള്ളില്ല. വെറുതെ അപ്പൂന് പണിയുണ്ടാക്കാൻ വീട്ടിലോട്ട് ശവും ചുമന്നോണ്ട്. മോളെ ഒരു ഉപ്പി കൊടുത്താകെ ഞാൻ ചക്കാത്താണെ വിഷവും വലിച്ചു കേട്ടൂല്ലോ. അപ്പോ കള്ളാത്തോണ്ട് വെക്കടാ. ഭാസ്കരോ, ഓ ഈ കാന്താരി തന്നെ ഒരു മൂല ഇരുത്തുന്നു. എന്റെ നാവേന്നൊന്നും കേക്കരുതേ. നിന്റെ നാവേലിരിക്കും നിന്റെ അപ്പം കേൾക്കും. എന്റെ അപ്പം കേട്ടാ നീ അറിയും. അറിയും. നാടോട്ട് അന്തിക്കള്ളല്ലേ? പിന്നെ എന്തുണ്ടെന്നാണോ പുതിയ നാട്ടുവിശേഷങ്ങള്? വടക്കേപ്പാടത്ത് കട്ട കുത്തുന്ന യൂണിയൻകാര് തമ്മിലടി. അത് കൂലി പ്രശ്നം. ചെറയില് കുഞ്ഞാപ്പിയുടെ മോക്ക് മാസം 3. ഉണ്ടാക്കിയവനെ പിടിയില്ല. അത് കുടുംബ പ്രശ്നം. പരദൂഷണം അല്ലാണ്ട് നല്ല വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയണ്ട. വിശേഷമുണ്ട്. വർക്കിച്ചായം പറഞ്ഞു കാണുമല്ലോ.
മരമടി മത്സരത്തിന്റെ കമ്മിറ്റിയും കഴിഞ്ഞാ ഞാനിപ്പോ വരുന്നത്. ഇക്കൊല്ലത്തെ മത്സരം പൊടിപൂരമാക്കാനാ കമ്മിറ്റിയുടെ തീരുമാനം. ഓ എന്തോന്ന് പൊടിപൂരം. മത്സരിക്കാൻ പലരും കാളയുമായിട്ട് ഇറങ്ങും, അതൊരു കൊഴുപ്പിന്. പക്ഷെ ശരിക്കുള്ള മത്സരം വർക്കിച്ചന് ഉണ്ണിത്താനുമായിട്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ വർക്കിച്ചൻ ട്രോഫിയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്യും. ഈ കൊല്ലമെങ്കിലും വർക്കിയെ തോൽപ്പിച്ച് ഈ തറവാട്ടിൽ കൊണ്ടുവരണം ട്രോഫി. എനിക്ക് വർക്കിച്ചായനോട് ജയിക്കണേ. കാളകളെ പറപറപ്പിക്കുന്ന ഒരു കാളക്കാരൻ കൂടി വരാടാ. അത് ശരി, അപ്പൊ നീ നമുക്കിട്ട് പണിയാണല്ലേ? കേശവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതല്ല. ഈ ജീപ്പും ലോറി ഓടിക്കുന്ന പോലെ അല്ലല്ലോ കാളകളെ ഓടിക്കുന്നത്. അതിന് ഇത്തിരി തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണെങ്കിൽ ട്രോഫി ഉറപ്പ്. പക്ഷേ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരാളെ എന്റെ അറിവിൽ ഒരാളുണ്ട്, കേട്ട് കാണും. മരമടി മാമച്ചൻ. പൊരുതിയെങ്കിൽ പൊരുതി, ചതിച്ചെങ്കിൽ ചതിച്ച്. മാമച്ചായൻ മത്സരിച്ചിട്ടുണ്ടോ? ട്രോഫി ഉറപ്പ്. പക്ഷെ കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ സംശയം. ഞാൻ എങ്ങനെ കേറുന്ന? ഈ തവണ നീ തന്നെ മത്സരിക്കണം. ഞാൻ വല്ലപ്പോഴൊക്കെ ഓടിച്ചു നോക്കിയിട്ടല്ലേ ഉള്ളൂ. എടാ ഞാൻ അത് കണ്ടിട്ടുള്ളോണ്ടല്ലേ പറയുന്നേ. നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. വർക്കിച്ചായൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത്തവണ ബാബു മത്സരിക്കും. ബാബുട്ട് മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് ഇറങ്ങ്. മത്സരം ആരംഭിക്കുകയായി. കൊല്ലങ്ങളായി ഈ മത്സരത്തിന്റെ ട്രോഫി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ വർക്കിച്ചായനോട് മത്സരിക്കാൻ ശക്തനായ മരമടി മാമച്ചനും രംഗത്തുണ്ട്. മാമച്ചൻ ആദ്യമായാണ് നമ്മുടെ നാട്ടിൽ. ഇതാ മാമച്ചന്റെ കാളകൾ ട്രാക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. കാണികൾക്ക് ഹരം പകരാനായി ശക്തനായ മരമടി മാമച്ചൻ ഇതാ ട്രാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു എന്നറിയില്ല. വർക്കിച്ചായൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കുന്നുണ്ട്. ബാബുവാണ് മത്സരിക്കുന്നത്. മരമടി മത്സര രംഗത്തെ കല്ലിക്കാരനായ ബാബു കളത്തിൽ. ഇതാ പുതുരക്തത്തിന് വഴിമാറി കൊടുത്തുകൊണ്ട് വർക്കിച്ചായൻ മകനെയാണ് ഇത്തവണ രംഗത്തേക്ക് ഇറക്കുന്നത്. അപ്പൻ പകർന്നു കൊടുത്ത ആത്മവിശ്വാസവുമായി ബാബു ഇതാ രംഗത്തെ കൈയടിച്ചു. മരമടി രംഗത്തെ മല്ലമാണ് ഇതാ ബാബു നേരിടുന്നു. വർഷങ്ങളായി ഈ ട്രോഫി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കിച്ചായൻ അഭിമാനത്തോടെ ഒരു കാഴ്ചക്കാരനായിട്ടാണ് ഇരിക്കുന്നത്. തികച്ചും ആവേശകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. മത്സരം തുടങ്ങാനുള്ള കഠിന മുഴങ്ങാറായി. മത്സരബുദ്ധിയും തലയെടുപ്പോടും കൂടി കാലക്കൂട്ടന്മാർ പരസ്പരം നോക്കുകയാണ്. അവരെ തെളിക്കാനായി വീറും വാശിയും ഉഷാറോടും കൂടി അതാ ബാബുവും മാമച്ചനും ആ കുഞ്ചനും ചന്ദ്രനും ഉണ്ണികൃഷ്ണനും എല്ലാം നിറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ കതിര മുഴങ്ങിക്കഴിഞ്ഞു. രണ്ടാമത്തെ കതിര മുഴങ്ങി. ബാബു മുന്നേറുകയാണ്. കൈവഴക്കുമ്പോൾ ഒരു അഭ്യാസിയെ പോലെ ബാബു മുന്നേറുകയാണ്. എതിരാളികളെ തകർത്തുകൊണ്ട് ബാബു മുന്നേറുകയാണ്. മാമച്ചൻ മുന്നേറുകയാണ്. മാമച്ചൻ ബാബുവിനെ പിന്നിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ബാബു വീണ്ടും മുന്നിലായി. മാമച്ചനെ പിന്നിലാക്കിക്കൊണ്ട് ബാബു വീണ്ടും മുന്നേറുകയാണ്. ബാബു വീണ്ടും മുന്നേറുകയാണ്. മകളുടെ കല്യാണവും പറഞ്ഞ് കാശ് വാങ്ങിച്ചത് വർഷം 4 ആയി. 5000 രൂപ മുതലും പലിശയും ചേർത്ത് 20,000 ആയി. അത് തന്നിട്ട് മതി ഇനി അങ്ങോട്ടുള്ള പൊറുതി. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ തന്നു തീർക്കില്ലായിരുന്നോ കൊച്ചമ്പ്രാനെ? ഒരു 2 മാസം അവധി കൂടി തന്നാ മതി. വല്ലതും വിറ്റോ പറക്കോ ഞാൻ എങ്ങനെയും തന്നു തീർത്തോളാം. കൊല്ലം 4 ആയിട്ട് ഒരു ചില്ലിക്കാശ് പോലും തരാൻ കഴിയാത്ത താനായി ഒലത്താൻ പോന്നെ. മര്യാദ വെളിച്ചപ്പാടിന് ഈ പൊരടത്തിൽ ഇറക്കിവിടാൻ പറ്റില്ല. പിന്നെ ഈ അമ്പലവാസി തരാനുള്ള 20,000 രൂപ നീ തരൂടാ? തരൂടാ. എന്തേ വിശ്വാസം വരുന്നില്ലേ? കോയിക്കത്തറവാട്ടിന്റെ മുറ്റത്ത് വന്ന് നിന്റെ തന്തയുടെ കയ്യിൽ വർക്ക് കാശ് കൊടുക്കും. എന്താ എല്ലാവരും കൂടി ഇങ്ങോട്ടൊരു എഴുന്നള്ളത്ത്? കരപ്പിരിവല്ല,
വെളിച്ചപ്പാടിന്റെ മുതലും പലിശയും ചേർത്ത് തന്റെ കണക്കിൽ എത്ര വരും? നാടിളക്കി ആളെ കൂട്ടിയ സ്ഥിതിക്ക് പണത്തിന്റെ കണക്കും വെളിച്ചപ്പാട് പറഞ്ഞു കാണാതിരിക്കില്ല. 5000 രൂപയ്ക്ക് 4 കൊല്ലത്തെ പലിശയും കൂട്ടി 20,000 രൂപ അല്ലേ? ഇതിലും ഭേദം ഈ പാവത്തിന്റെ കഴുത്തി കത്തിവെക്കുന്നായിരുന്നു. ദാ ഇത് 20,000 രൂപയാണ്. ഇത് ഇവന്റെ മുഖത്തെറിഞ്ഞു കൊടുത്ത് ആധാരം തിരിച്ചു മേടിക്കും. ചെല തന്റെ വീടിനകത്ത് കയറി ആധാരം എടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ദാ ഇവരെല്ലാം രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് വിളിച്ച